ഇതുവരെ ചർച്ച അവസാനിച്ചില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ മക്കളെ, നാട്ടുകാർക്ക് നിങ്ങളെയാണോ സംശയം, അതോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണോ സംശയം? ദാ നല്ല രസ്യം വാങ്ങ, നല്ല മധുരം, സമാധാനായിട്ടിരുന്ന് കഴിക്കുക. എടുക്ക്. പ്രഭയും ഞാനും കോമളത്തെ പറ്റി സംസാരിക്കായിരുന്നു. അന്ന് സ്വന്തം അമ്മയെ ധിക്കരിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ. തിരിച്ചു ചെന്നപ്പോൾ അവരവളെ ചീത്ത പറഞ്ഞ് കൊന്നു കാണും. എത്രയായാലും പെറ്റതള്ളയല്ലേ. അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുകയും പറ്റില്ല. ലളിതയ്ക്ക് പെട്ടെന്ന് കുറച്ച് സ്വത്ത് കിട്ടി. ഭർത്താവിൻ്റെ ഉദ്യോഗത്തെക്കുറിച്ചൊന്നും പണ്ടേ ലളിതയ്ക്ക് മതിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ മനസ്സിൽ വളർന്നുകൊണ്ടിരുന്ന അപകർഷതാബോധം ആ റബ്ബർ തോട്ടവും മറ്റും സ്വന്തമായപ്പോൾ ഒരുതരം അത്യാർത്തിയായി മാറി. അത്രേ ഉള്ളൂ. ഈ അത്യാർത്തി പിടിച്ച ഓട്ടത്തിനിടയിൽ വല്ല കുഴിയിലും ചെന്ന് വീഴാനിടവരരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ എൻ്റെ മരുമകൾ കോമളത്തിൻ്റെ കാര്യം. ഒട്ടും ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നൊരു പൊട്ടിപ്പെണ്ണ്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യും. അന്ന് ഞാൻ പറഞ്ഞതുപോലും കേൾക്കാതെ കൊടുങ്കാറ്റ് പോലെ ഇവിടെ നിന്ന് പോയ അവൾ ഒരു ദിവസം ഇളം കാറ്റായി ഈ വീട്ടിലേക്ക് കയറി വരും. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയും. എനിക്കെൻ്റെ മരുമകളെ നന്നായി അറിയാം. ശരീരം വളർന്ന ഒരു കൊച്ചുകുട്ടി. നിങ്ങൾ രണ്ടുപേരും ഈ പടിയിലിരുന്ന് പ്ലേറ്റിലിരിക്കുന്ന മാങ്ങ എടുത്ത് കഴിക്കുക. ഇരിക്കുമോളെ. അപവാദം പറയുന്ന അയൽക്കാരുണ്ടെങ്കിൽ അവർ കൂടുതൽ സന്തോഷിക്കട്ടെ. ദാ. ചില കാര്യങ്ങളൊക്കെ ത്യാഗു ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ വിഷയം ഇത്ര സങ്കീർണമാണെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇറ്റ് ഈസ് അൺബിലീവബിൾ. ബാലുവിൻ്റെ ഫാദറിൻ്റെ സ്വത്തുക്കളൊക്കെ കൈയടക്കി വെച്ചിട്ട് ആ സ്ത്രീ ഇത്ര മോശമായിട്ട് പെരുമാറുക എന്ന് വെച്ചാൽ, ബാലുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ സ്ത്രീ വിവരം അറിഞ്ഞേനെ. അഡോപ്റ്റഡ് സൺ എങ്ങനെ റിയൽ സൺ ആവും? ആ സ്ത്രീക്ക് ചായ്വ് എപ്പോഴും സ്വന്തം മകനോട് തന്നെയായിരിക്കും. അതെ, അത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. മുരുകൻ്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകനെയും കൂട്ടി ബാണ്ടവും കെട്ടി അവർ പുറപ്പെട്ടപ്പോൾ ആ സമയത്ത് അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ മാറ്റം വന്നു. മുരുകൻ്റെ അച്ഛൻ അയാളുടെ സ്വത്ത് മുഴുവൻ ഈ സ്ത്രീയുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. കേരളത്തിലെത്തി ഭർത്താവിൻ്റെ ബന്ധുക്കളെ കണ്ടതോടെ അവർ പൂർണ്ണമായിട്ട് തന്നെ മറന്നു. പിന്നെ അവിടെ കുറേ നാടകങ്ങൾ. ഇവിടെ ഞങ്ങളുടെ വലിയ വീട്ടിൽ ഞാൻ തനിച്ച്. ഇത്രയും സെൽഫിഷായ ആ സ്ത്രീയുടെ നിയന്ത്രണത്തിലല്ല നിന്റെ അച്ഛൻ സ്ഥാപിച്ച ആ വലിയ കമ്പനി പ്രവർത്തിക്കുന്നത്. അതെ, അത് തന്നെ ഇപ്പം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എൻ്റെ കണ്ണു ഉറപ്പിച്ചത് ത്യാഗുവാ. ത്യാഗു മുൻകൈയെടുത്ത് അവരെ MD സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ബോർഡ് മീറ്റിങ്ങിൽ അതുവരെ നമ്മോടൊപ്പം നിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഡയറക്ടർമാരെല്ലാം കൂറുമാറി. ത്യാഗുവല്ലാതെ മറ്റാരും എന്നെ അനുകൂലിച്ചില്ല. ഞാൻ നിഷ്പക്ഷത പാലിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചത് ത്യാഗു മാത്രം. സെൽവന് ഒരേ ഒരു വോട്ട്, അവൻ്റെ വോട്ടും അവർക്ക്. എൻ്റെ തൊലി ഉരിഞ്ഞുപോയി. ഞാനങ്ങനെ നാണം കെട്ടി നിൽക്കുമ്പോൾ അവർ ത്യാഗുവിൻ്റെ 2 കരണത്തും മാറി മാറി അടിച്ചു. ഓരോ അടിയും വന്നു വീണത് എൻ്റെ നെഞ്ചിനുള്ളിലാണ്. ഞാൻ തീരുമാനിച്ചു, എവറിത്തിങ് ഈസ് ഓവർ. ഇനി അവരെൻ്റെ അമ്മയല്ല, ഞാൻ അവരുടെ മകനുമല്ല. മനസ്സിൽ മുറിവുകളുമായി ബാലു എങ്ങനെ ഒരേ വീട്ടിൽ അവരോടൊപ്പം താമസിക്കുന്നു? അവര് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ബാലുവിനെ കൊന്നു കളഞ്ഞാലോ? ആ സ്ത്രീ ഒട്ടും സ്ട്രെയിറ്റ് അല്ല, അതാ മുഖം കണ്ടാ അറിയാം. ഈ ഭയം ത്യാഗുവിനുണ്ട്. അതുകൊണ്ട് 2-3 ദിവസങ്ങളായി ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പോലെയല്ലേ ഇത്? സ്വന്തം വീട്ടിൽ ഭയന്ന് ജീവിക്കുന്നു. അത് മാത്രമല്ല ബാലു, വർഷത്തെ 365 ദിവസവും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മടുത്തു പോവും, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും.
വിരോധമില്ലെങ്കിൽ ബാലുവിന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചൂടെ? ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാ ഞാനതിനനുസരിച്ച് കുക്ക് ചെയ്ത് തരാം. ഹേമയ്ക്ക് കുക്കിംഗ് അറിയാവോ? കൊള്ളാം. എന്റെ സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തുകയാണെന്ന് ധരിക്കരുത്. ഷീസ് ആൻ എക്സലന്റ് കുക്ക്. ഒരിക്കൽ മിനിസ്റ്റർ വേലുസ്വാമി ഡിന്നറിന് വന്നു. ഇവളുണ്ടാക്കിയ കറികളൊക്കെ അയാൾ മൂക്കുമുട്ട കഴിച്ചു. ഇത്രയും രുചിയുള്ള ചില്ലി ചിക്കൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പോലും കഴിച്ചിട്ടില്ല എന്നൊരു കമന്റ്. മിനിസ്റ്റർ വേലുസ്വാമിയെ പരിചയമുണ്ടോ? കൊള്ളാം. സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിനെ മാത്രമല്ല സെൻട്രൽ മിനിസ്റ്റേഴ്സിനെ പോലും അണ്ണന് അറിയാം. അങ്ങനെയാണെങ്കിൽ രാകേഷ് എൻ്റെ കമ്പനിയുടെ ഒരു ഡയറക്ടർ ആവണം. പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കമ്പനിക്കും നിലനിൽക്കാനാവില്ല എന്ന സ്ഥിതിയായിട്ടുണ്ട്. ഐ വിൽ ബി ഓൺലി ഗ്ലാഡ് ടു ഡു ദാറ്റ്. പക്ഷെ കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സ് എന്നുള്ള കമ്പനി ഇപ്പൊ ബാലുവിന്റെ നിയന്ത്രണത്തിലല്ലോ. വിശാലാക്ഷി അമ്മാൾ എന്നെ ആ ഗേറ്റിനകത്ത് പോലും കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം. ഞാൻ അവരെ അടിച്ച് പുറത്താക്കും. എൻ്റെ അച്ഛൻ സ്ഥാപിച്ച കമ്പനി എൻ്റെത് മാത്രമാവും. യു ആർ ഗോയിങ് ടു സീ ദാറ്റ്. ഉടനെ ഒരു ഫ്രണ്ടിനെ കൂട്ടി വരാമെന്ന് പറഞ്ഞ ത്യാഗോണ്ണനെ കാണുന്നില്ലല്ലോ. സമയത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലാത്തവനാ ത്യാഗം. നമുക്ക് പോവാം. ബാലു ഇന്ന് ലേശം കൂടുതൽ കഴിച്ചു. മതി. വി വിൽ മേക്ക് എ മൂവ്. അതെ, ഈ സ്ഥിതിയിൽ ബാലു ഡ്രൈവ് ചെയ്യണ്ട. എന്റെ കാർ ഇപ്പോ. ബാലുവിന്റെ കാർ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാൻ ത്യാഗുവിനെ വിളിച്ച് പറയാൻ. കാറിന്റെ കീ സെക്യൂരിറ്റി ഏൽപ്പിച്ചേക്കാം. നടക്കണം. അയ്യോ ബാലു, നോക്കി. ബാലു സൂക്ഷിച്ച് വരൂ. ബാലു, ഇന്നിനി വീട്ടിലേക്ക് പോകണ്ട. ഐ മസ്റ്റ് ഗോ. എനിക്ക് ആ കിഴവിയുടെ മൂത്തോക്ക് 2 വാക്ക് പറയണം. പറയുന്ന കേക്ക് ബാലു. ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാം. നിന്ന കാല് നിലത്തുറയ്ക്കാത്ത സ്ഥിതിയിൽ വീട്ടിൽ ചെന്ന് കയറുന്നത് ശരിയല്ല. ആ സ്ത്രീ എന്തെങ്കിലും പറയും, ബാലു തിരിച്ചു പറയും. പ്രശ്നം ആകെ വഷളാവും. വീടിൻ്റെ ഒരു സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ജോലിക്കാരെ പോലും ഉണർത്താതെ ഏത് സമയത്ത് എനിക്ക് വീട് തുറക്കാം. ആ, അങ്ങനെയാണെങ്കിൽ ത്യാഗോണ്ണം വരട്ടെ. അതെ, ക്ലബിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബാലുവിന്റെ കാറും എടുത്ത് ത്യാഗു ഉടനെ ഇവിടെ എത്തും. ത്യാഗു ഡ്രൈവ് ചെയ്ത് നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടും. അതുവരെ നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. അല്ല, കാമോൺ ബാലു, കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങാതെ വരൂ. പതിയെ സൂക്ഷിച്ചു പിടിക്കും. കുഴപ്പമില്ല. നീ ഇനി ആ റൂമിലേക്ക് പോകണ്ട. നോ ഹേസ്റ്റി മൂവ്സ്, ഓക്കെ? പെട്ടെന്ന് കിട്ടുന്ന വസ്തുക്കളോട് പുരുഷൻ ആവേശം തോന്നാറില്ല. കിട്ടാത്ത വസ്തുവിനോട് അവന് പ്രിയമേറും. ഐ നോ. നീ പോയി കിടന്നുറങ്ങിക്കോ. ത്യാഗു വന്ന് ബെല്ലടിച്ചാ ഞാൻ കതവ് തുറന്നു കൊടുത്തോളാം. ഓക്കെ അണ്ണാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ത്യാഗു, ബാലു ഇവിടെ ഉണ്ട്. നല്ല ഉറക്കത്തില. നീ എപ്പോഴാ വരുന്നേ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം.
ஓடி வாங்க ஓடி வாங்க எல்லாம் பிடிங்க பிடிங்க ஓடி வாங்கய்யா ஓடி வா பிடி பிடி அவனை ஐயோ இது வரேன் டேய் டேய் யாரா நீ டேய் பிடி அவனை பிடி பிடிங்கய்யா ஐயா 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 நீ கட்டு கட்டு கையை கட்டு ஐயோ മതി മതി അവൻ അടിച്ചത് ആരാ നീ എന്നെ കുത്തിക്കൊല്ലാൻ ആരാ നിന്നെ അയച്ചത് സത്യം പറയടാ അതോ പോലീസിനെ വിളിക്കണോ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോണമെങ്കിൽ എല്ലാം തുറന്നു പറയണം നിന്നെ ആരാ അയച്ചത് നീ എങ്ങനെ വീട്ടിനകത്ത് കയറി താക്കോലിട്ട് തുറന്നു കയറി താക്കോലോ നിനക്ക് താക്കോൽ എവിടുന്ന് കിട്ടി അമ്മ നിങ്ങളുടെ മോനും കൂട്ടുകാരനും ചേർന്ന് എന്നെ അയച്ചതാ ത്യാഗു സാർ എന്നെ വിളിപ്പിച്ചു താക്കോലും തന്നു ഇങ്ങോട്ട് കയറേണ്ട റൂട്ടും പറഞ്ഞു തന്നു താക്കോലിട്ട് തുറന്നു കയറി അല്ല ഇത് ബാലുവിന്റെ കയ്യിലുള്ള സ്പെയർ കീ ആണല്ലോ എന്തിനാ നിന്നെ അവൻ അയച്ചത് എന്നെ കൊല്ലാനോ അതെ ഉറങ്ങിക്കിടക്കുമ്പോ ആരും അറിയാതെ കുത്തിക്കൊല്ലണമെന്ന് പറഞ്ഞു അമ്മ ബെഡ്റൂമിന്റെ വാതിൽ പൂട്ടാറില്ലെന്ന് പറഞ്ഞു ബാലു എവിടെ ത്യാഗു സാറിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പക്ഷെ ഞാനും ബാലു സാർ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല എല്ലാ കാര്യവും ഏർപ്പാട് ചെയ്തതും പൈസ തന്നതും ത്യാഗു സാറാണ് ഇനി ബാക്കി ഞാൻ ചെല്ലുമ്പോ തരാമെന്നാ പറഞ്ഞത് എത്രയാ തുക എന്റെ ജീവന്റെ വില 50,000 വളരെ ചെറിയ തുകയാണല്ലോടാ ആട്ടെ അവൻ നിനക്ക് അഡ്വാൻസ് ആയിട്ട് എത്ര തന്നു 25,000 ചെല്ലുമ്പോ നീ എന്തു പറയും നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തില്ലെന്ന് പറഞ്ഞ നിന്നെ അവൻ വെച്ചേക്കുമോ மரியாதையா அடக்கமானில்லு உன்னால தப்பிக்க முடியாது என்றாங்க മാറ് 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 നഗരാ നഗര ദാ ഇത് നീ വെച്ചോ വെച്ചോടാ ഇത് ബാക്കി 25,000 നിനക്ക് നഷ്ടം വരണ്ട എന്റെ മകൻ തന്ന അഡ്വാൻസ് 25,000 ഞാൻ തന്നത് 25,000 അപ്പോ 50 കണക്ക് ശരിയാണല്ലോ 2-3 ദിവസത്തേക്ക് നീ ത്യാഗുവിന്റെ മുമ്പ് പോവുകയും വേണ്ട ഇവിടെ കേറാൻ പറ്റില്ലെന്ന് പറഞ്ഞാ മതി നിനക്കും കുടുംബവും കുട്ടികളൊക്കെ ഇല്ലേ ചെന്ന് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങ് ദേ ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു 1-ാം പ്രതി എന്റെ മകനല്ലേ അവനെ വെറുതെ വിടുമ്പം നിന്നെ മാത്രം ഞാൻ എന്തിനു ശിക്ഷിക്കണം അമ്മ മன்னிச்சிடுங்க അമ്മ പോട്ട് സാരല്ല നീ എന്നെ അമ്മാന്ന് വിളിക്കുന്ന പോലെ എത്രയോ പേര് വിളിക്കുന്നു അങ്ങനെ വിളിച്ചവരും ഞാൻ ചോറ് ഉരുട്ടി കൊടുത്തവരുമാണ് ഇന്ന് എന്നെ കൊല്ലാൻ നിന്നെ വിട്ടത് എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല പക്ഷേ ഇനി നീ ഈ പണി നിർത്തണം വേറെ ഒരു ജീവനെ എടുത്തിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റൂലടാ പോയി ദേഹം അനങ്ങി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്ക് ഈശ്വരൻ നിനക്ക് നല്ല ഒരു ശരീരം തന്നിട്ടില്ലേ അത് നല്ല കാര്യത്തിന് ഉപയോഗിക്ക് മരിക്കാൻ കിടക്കുമ്പോൾ സമാധാനത്തോടുകൂടി മരിക്കാൻ അതാ നല്ലത് ചെന്ന് 2-3 ദിവസം വിശ്രമിക്ക് താക്കോളിതാ വടിവേലു ഇവനെ ഭദ്രമാ കീഴെ കൊണ്ടുപോയി വിടെ പോ ചെല്ലേ
ആ